അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൗഹീദ് പലരും சொல்றாரு, തൗഹീദ് മനസ്സിലാക്കണം. എന്ത് ರೀತಿಕಡೆ തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങൾ ഇതൊക്കെ സിമ്പിളായിട്ടാണ് എടുത്ത് വെക്കുക. അള്ളാഹു അല്ലാണ്ട് ഒരു ആരാധ്യനും ഇല്ല അല്ലേ? അപ്പോൾ ഒരു തൗഹീദ് ചൊന്നെങ്കിൽ മനസ്സിലാക്കണം. അപ്പോൾ ഇതിക്കടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അർത്ഥ ലാ മഅബൂദ ഹക്കിൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാണ്ട് ആരാധകനിക്ക് അർഹനായവൻ ഇല്ല എന്നുള്ളത് മാത്ര അർത്ഥമല്ല, അതൊക്കെ വിശാലമായ അർത്ഥമുണ്ടോ. ഒന്നാമത്തേത് തൗഹീദിലെ ഡെഫിനിഷൻ എന്തിരേ? എല്ലാ കാര്യത്തിനും ഡെഫിനിഷനുണ്ട്. ബിരിയാണി ചൊല്ലുമ്പോൾ അതുപോലെ ഡെഫിനിഷനുണ്ട്, ഫുഡ് ചൊല്ലുമ്പോൾ അതുപോലെ ഡെഫിനിഷനുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം അതൊക്കെ മൊത്തത്തിൽ ഒരു ആമായിട്ട് ഒരു ഡെഫിനിഷൻ എന്നുള്ളതുണ്ട്. ഇനി തൗഹീദ് ചൊന്ന എന്തിരേ? ഫതഹുൽ ബാരിയിൽ കാണ്ട് ഇമാമുന അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലും, വഹത്തുല്ലാഹ ഇഅ്തഖത്തുഹു മുൻഫരിദൻ ബിദാതിഹി വസിഫാതിഹി ലാ നളീറ ലഹു വലാ ശബീഹ. ನಾನು ಅದು ಪೋಸ್ಟ್ ಹಾಕಿ ನೋಕರು. ವಹത്തുല്ലാഹ അള്ളാഹു താല ഏകനൈത്തിക്കട എന്ന് വിശ്വസിക്കറി. എങ്ങനെ ഏകൻ? ഇഅ്തഖത്തുഹു മുൻഫരിദൻ ബിദാതിഹി വസിഫാതിഹി. അള്ളാഹു താല സ്വയം ഏകനായവൻ, സ്വയം ഏകൻ. എന്നിട്ട് വസിഫാത്തിഹി അള്ളാഹു താലയുടെ വിശേഷണങ്ങളിലും അള്ളാഹു താല വർത്തനൈത്തിക്കട. ലാ നളീറ ലഹു വലാ ശബീഹ. അള്ളാഹു താലയ്ക്ക് സാമ്യതയുള്ള ഒരാളുമില്ല, അള്ളാഹു താലയ്ക്ക് സമാനമായ ഒരാളുമില്ല. അള്ളാഹു താലയുടെ ഇന്നാളിന്ന ഉദാഹരണം കൊണ്ട് ഞങ്ങൾക്ക് ഉദാഹരിക്കുക പോലും കാട്ടിത്തരക പോലും എന്താവില്ല, സാധ്യമില്ല. ഒരു ഡെഫിനിഷൻ. ഇനി ഞങ്ങൾ മുത്തഅല്ലിമീങ്ങ ദർസിൽ പഠിക്കുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ബഹുമാനപ്പെട്ട ഇമാമുന തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന ഡെഫിനിഷൻ ഉണ്ട്. എല്ലാം ഒരേ അർത്ഥത്തിലുള്ള ഡെഫിനിഷൻ. ഹഖീഖത്തു തൗഹീദി ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വ ഖവാസിഹ. ഇത് ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു അർത്ഥം ഇതിലൂടെ മനസ്സിലാക്കരുത്. ആ തൗഹീദ് ചൊന്നെങ്കിൽ ഇഅ്തിഖാദു അദമി ശരീകി, അള്ളാഹു താലയ്ക്ക് പാളുദാരരില്ല, പാർട്ട്നേഴ്സ് ഇല്ല എന്ന് വിശ്വസിക്കട്ടെ. ഏത് വിഷയത്തിൽ? ഫിൽ ഉലൂഹിയ്യത്തി, ഇലാഹാണ് എന്ന വിഷയത്തിൽ. അതെന്തിനാ ഉലൂഹിയ്യത്ത് ചെന്നെങ്കിൽ? ഉലൂഹിയ്യത്ത് ഉജൂബിൽ വജൂദ്, ഉണ്ടാവൽ നിർബന്ധമായവൻ. ഉജൂബുൽ വജൂദ് ഉണ്ടാവൽ നിർബന്ധമായവൻ. അള്ളാഹുര അസ്തിത്വ നിർബന്ധ ഇതിക്കട. പക്ഷേ നണ്ടതാ നിങ്ങളതാ ഇല്ല. ഒരു നാളായി ഞങ്ങൾ മറിച്ച് പോണ്ട. അപ്പോൾ നിർബന്ധമല്ല ഞങ്ങൾ അസ്തിത്വ. ഞങ്ങൾ പണ്ടേ ഇന്നങ്ങമല്ല, ഞങ്ങൾ റീസെൻ്റ്ലി ജനിച്ചറ ഒരു ടൈം ഞങ്ങൾ അള്ളാഹു താല ഫിക്സ് ആക്കിയതുണ്ട്. അപ്പോൾ മറിച്ച് പോണ്ട. അപ്പോൾ ഞങ്ങളത് നിർണാമാവുന്നു അള്ളാഹു താലയ്ക്ക് എന്നേക്കും ഉണ്ടായതായ ഉജൂബുൽ വജൂദ് അത് ഉള്ളവണ് പഠിച്ച റബ്ബ്. വ ഖവാസിഹ ಅದರ ಪ್ರತ್ಯೇಕತೆಗಳು അതെന്തിനാ എത്തിക്കട? ഒന്നാമത്തത് ഖാലിഖൻ ലിൽ അജ്സാം, സർവ്വതരെയും സൃഷ്ടിക്കപ്പെട്ടവനാവുക. സർവ്വതരെയും സൃഷ്ടിക്കാറ് അള്ളാഹു താല. ನಾನೊರಾಚಾರಿ, ನಾನು ಇನ್ನಾಳಿನ ಟೇಬಲ್ ഉണ്ടാക്കി ഇതിരെ സൃഷ്ടിച്ചവൻ ನಾನು ചിന്തിച്ചൊക്കെ സാധ്യമാ? ഇല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണെടുത്തിട്ട് അതിൽ പക്ഷിയുടെ രൂപാക്കിയിട്ട് ബേദിനില്ലാഹി ചൊന്ന് ഊതിട്ട് പാറ പക്ഷി. അപ്പോൾ ഈസാ നബി ഉണ്ടാക്കിയാൽ അത് അല്ല, അള്ളാഹു താല എത്തിക്കടെ ഉണ്ടാക്കുക. അവിടെ അത് എത്തിക്കടെ എല്ലാത്തെയും ഉണ്ടാക്കിയത് അള്ളാഹു താല എന്ന് മാത്രമല്ല. രണ്ടാമത്തെ പോയിൻ്റ് അവിടെ ഖവാസിഹ ചൊന്നത് ലിൽ ആലമി മുദബ്ബിറൻ ലിൽ ആലം, സർവ്വതരെയും നിയന്ത്രിക്കണു അള്ളാഹു എത്തിക്കട. മുദബ്ബിറുൽ ആലം അള്ളാഹു. ഈ ഇടയ്ക്ക് ഒരു പാട്ടിന്ത് ത്വരീഖത്തിലെ ആൾമാരെ പാട്ട് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖ് എത്തിക്കട നിയന്ത്രിക്കറി എല്ലാത്തതും ചൊന്തു. അപ്പോൾ നിയന്ത്രിക്കുള്ള സർവ്വത നിയന്ത്രിക്കണോ പഠിച്ച റബ്ബ് മാത്ര. സ്വയം താക്കത്ത് സാമർത്ഥ്യം കൊണ്ട് അള്ളാഹു താല ഇതിക്കടെ എല്ലാത്തെയും നിയന്ത്രിക്കറി. പിന്നെ അതുപോലെ അള്ളാഹു താലയുടെ മേൽ ഒരു നിയന്ത്രിക്കണും ഇല്ല. ഇനി അള്ളാഹു താല ഔലിയാക്കന്മാർക്ക് നിയന്ത്രിക്കുള്ള താക്കത്ത് കൊടുക്കുക. പരിശുദ്ധ ഖുർആൻ ചൊല്ലു ഫൽ മുദബ്ബിറാത്തി അംറ, സൂറത്തുൻ നാസിഅത്ത് 5-ാമത്തെ ആയത്ത്. ಅದರ തഫ്സീറിൽ കാണ്ട് അത് മലക്കുമാരെ കുറിച്ച് ചെന്നതുണ്ടു. ചില തഫ്സീറിൽ കാണ്ട് അത് ഔലിയാക്കന്മാരെ കുറിച്ച് ചെന്നതുണ്ടു. ആ ഗാനത്തിൽ ബഹുമാനപ്പെട്ട മദനി തങ്ങളും പെട്ടു,
ബഹുമാനപ്പെട്ട CM അടൂർ വലിയും പെഡ്രു. അപ്പോൾ അങ്ങനെ ചൊല്ല. എല്ലാം നിയന്ത്രിക്കുക സാധ്യമല്ല. അള്ളാഹു തആല ചിലതിൽ താക്കത്ത് സാമർത്ഥ്യം കൊടുത്തെങ്കിൽ നിയന്ത്രിക്കുക. മലക്കുമാർക്ക് ചില കാര്യങ്ങളിൽ അള്ളാഹു തആല നിയന്ത്രിക്കുക താക്കത്ത് കൊടുത്തില്ലേ? അതുപോലെ ഔലിയാക്കന്മാർക്കും അള്ളാഹു തആല താക്കത്ത് കൊടുക്കൂ. എന്നിട്ട് മൂന്നാമത്തേത് മുസ്തഹിഖൻ ലിൽ ഇബാദത്തി, യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹനായവനാവുക. അത് അള്ളാഹു തആല മാത്രം ഞങ്ങൾ ആരാധിക്കാർക്ക് അള്ളാഹു തആലയെ ഇതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഇത്തിക്കടെ തൗഹീദ് ചൊന്നിക്ക്. ഇപ്പം ഇത്തിക്കടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അർത്ഥ സമ്പൂർണ്ണമാവൂടെ. ഇപ്പോൾ തൗഹീദ് ചൊന്നിക്ക് എന്തിനാ മനസ്സിലാക്കി ചെന്നാ വിചാരിക്കുക മേല് അതിൽ ഇബാറത്ത് കടത്തര. അള്ളാഹു തആല സ്വീകരിക്കട്ടെ.